സ്കിന്നിൽ മാത്രമാണോ അതോ സ്കിൻ പ്ലസ് ലിപ്സിലും പോലൊരു ഡ്രൈനെസ് ഫേസ് ചെയ്യാറുണ്ടോ? ലിപ്സിലും സെയിം തന്നെയാണ്, പക്ഷെ ലിപ്സിൽ ക്രാക്സും കൂടെ ഉണ്ടാവാറുണ്ട്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ഇതാവുന്നുണ്ട്. നവംബർ ഡിസംബർ എന്ന് പറയുന്നത് പൊതുവേ ഒരു തണുപ്പുള്ള മാസമാണ്. അപ്പൊ എല്ലാ ഡ്രൈ സ്കിൻ ഇഷ്യൂസും കൂടുന്ന ഒരു മാസമാണ് നവംബർ ഡിസംബർ. ഈ ഒരു ഡ്രൈനെസ് ബീറ്റ് ചെയ്യാനായിട്ട് യു ക്യാൻ ടേക്ക് സ്കിൻ ബൂസ്റ്റർ. ഇവിടെ നമ്മൾ സ്കിന്നിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഹൈലൂറോണിക് ആസിഡ് ആണ്. ഹൈലൂറോണിക് ആസിഡ് ഒരു വാട്ടർ റീറ്റെയിനിങ് മോളിക്യൂൾ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്കിൻ ക്വാളിറ്റി ആൻഡ് സ്കിൻ ഹൈഡ്രേഷൻ ബെറ്റർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ക്രാക്ഡ് ലിപ്സ്, ഡ്രൈ ലിപ്സ്, ബ്ലീഡിംഗ് ലിപ്സിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ. ഇപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടൊരു 3 വീക്സ് ആവുന്നല്ലോ. സോ വാട്ട് ഡു യു ഫീൽ? സ്കിന്നിന്റെ ഒരു ക്വാളിറ്റിയും ലിപ്സിന്റെ ക്വാളിറ്റിയും എന്തായിട്ടാണ് തോന്നുന്നത്? സീരിയസ്ലി അന്നത്തെ എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം ആയതുകൊണ്ട് സ്കിൻ ഡ്രൈ ആവും എന്നുള്ളതാണ്. ഈ ഒരു 3 വീക്സും നല്ലൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ അധികം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്കിൻ ഇരിക്കുന്നത് ശരിക്കും ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി. പിന്നെ എനിക്ക് ലിബിൻ്റെ ക്രാക്കേഴ്സ് ഈ ഒരു സീസണിൽ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ശേഷം എനിക്ക് വന്നിട്ടില്ല. അപ്പം ലിബ് ബാം ഞാൻ എപ്പോഴും യൂസ് ചെയ്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും എനിക്കൊരു ചേഞ്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 3 വീക്സിൽ ഞാൻ അധികം അങ്ങനെ ലിബ് ബാം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലിപ്പ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സ്കിൻ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഹെൽത്തി സ്കിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിന്റെ എഫക്റ്റ് ഒരു 1.5 വർഷത്തോളം നിൽക്കും. ഈവൻ ഹൈലൂറോണിക് ആസിഡിന്റെ ഈ ഒരു സ്കിന്നിൽ കാണിക്കുന്ന എഫക്റ്റ് 1.5 വർഷത്തോളം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ.